ഇറാഖ് പോലെ ഇറാനും വീണ്ടും മാധ്യമ വ്യാജങ്ങൾ. പത്ര തലക്കെട്ടുകൾ മാറുകയാണ്. ആർലേക്കറും ഗോവിന്ദനും. സ്വാഗതം. ഇത് മീഡിയ സ്കാൻ. ഒരേ തരം നുണകൾ, ഒരേ തരം പ്രചാരണം. മാധ്യമങ്ങൾക്ക് അതേ അധികാരഭക്തി. മുൻ യുദ്ധങ്ങളെപ്പോലെ ഇറാനിലും. യുദ്ധമുണ്ടാകുന്നതല്ല, ഉണ്ടാക്കപ്പെടുകയാണ്. അതിന് ലോകം സമ്മതിക്കുന്നതല്ല, ലോകത്തിൻ്റെ സമ്മതി നിർമ്മിച്ചെടുക്കുന്നതാണ്. അരനൂറ്റാണ്ടോളമാകുന്നു എഡ്വേർഡ് ഹെർമനും നോം ചോംസ്കിയും ചേർന്ന് മാനുഫാക്ചറിംഗ് കൺസെൻറ്റ് എന്ന ഈ പുസ്തകം എഴുതിയിട്ട്. ഭരണകൂടങ്ങളും മറ്റും സ്വന്തം താല്പര്യങ്ങൾക്ക് ജനസമ്മതി ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് അതിൽ വിവരിക്കുന്നുണ്ട്. യുദ്ധത്തിന് വേണ്ടി മാധ്യമങ്ങളെ എങ്ങനെ ദുരുപയോഗിക്കുന്നു എന്ന് മറ്റനേകം വിദഗ്ധരും പലകുറി വിശദീകരിച്ചിട്ടുണ്ട്. ഇറാഖിൽ അമേരിക്ക പറഞ്ഞ കള്ളങ്ങൾ തുറന്നു കാട്ടിയതിന് അനേക വർഷം തടവിൽ കഴിഞ്ഞയാളാണ് വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച്. അദ്ദേഹം മുൻപേ പറഞ്ഞു, ജനാധിപത്യ സമൂഹങ്ങളെ യുദ്ധത്തിലേക്ക് നയിക്കുന്നത് മാധ്യമങ്ങളിലൂടെ പരത്തുന്ന നുണകളാണ് എന്ന്. Democracies are always lied into war. The Iraq War was a result of lies. The increase in involvement in the United States in Vietnam was a result of the Gulf of Tonkin incident, another lie. It's not just lies by intelligence analysts, it's lies by the big media machine. ഫലസ്തീൻ വംശഹത്യക്കിടയിൽ തന്നെ ഇസ്രായേൽ ഇറാനെയും ആക്രമിക്കുന്നു, യുദ്ധമുണ്ടാക്കുന്നു. ഏകപക്ഷീയമായ ഈ ആക്രമണമാണ് ഇറാനെ യുദ്ധത്തിനിറങ്ങാൻ നിർബന്ധിച്ചത്. ഇസ്രായേൽ ധാരാളം പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ വർഷം ഇറാന്റെ അതിഥിയായെത്തിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ കൊന്നു. ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് ബോംബിട്ട് ഇറാൻ സൈനിക നേതാക്കളെ കൊന്നു. പേജർ ഫോൺ സ്ഫോടനങ്ങൾ വഴി ഇറാനിൽ കൂട്ടക്കൊല നടത്തി. ഇപ്പോൾ ഇറാനെ പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടു. ലോകത്തിന്റെ എതിർപ്പ് ഇല്ലാതാക്കാൻ കള്ളങ്ങളിറക്കി. ഇറാന്റെ ആണവായുധമാണത്രേ ഉന്നം. നെതന്യാഹുവും കൂട്ടാളികളും ഇറാനെ കുറ്റപ്പെടുത്തി പ്രചാരണം തുടങ്ങി. സത്യത്തിൽ കുറ്റവാളി ഇസ്രായേലും ഇര ഇറാനുമാണ്. പക്ഷേ ഫലസ്തീനിൽ എന്ന പോലെ ഇവിടെയും ഇസ്രായേലിനെ ഇരയായി ചിത്രീകരിക്കാനാണ് നുണപ്രചാരണം. ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിനെതിരെ നിയമവിരുദ്ധ ആക്രമണം. ഇറാന്റെ ആണവ സൈറ്റാണത്രേ ലക്ഷ്യം. ആണവ പദ്ധതി എന്ന് പറയുമ്പോൾ ഒരു ധാരണ സൃഷ്ടിക്കപ്പെടുകയായി. ഇറാന്റെ പക്കൽ ആണവായുധമുണ്ട് എന്ന ധാരണ. വാസ്തവത്തിൽ ഇറാന്റെ ആണവ പദ്ധതി സിവിലിയൻ പദ്ധതിയാണ്, സൈനികമല്ല. അത് ആണവ ഊർജത്തിനുള്ളതാണ്, ആണവ ആയുധത്തിനുള്ളതല്ല. ഇറാൻ ആണവശേഷി വർദ്ധിപ്പിച്ചെന്ന് ഇസ്രായേൽ കണ്ടെത്തിയത്രേ. ഇല്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇപ്പോഴും പറയുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം ആണവോർജത്തിനാണ് എന്ന ഇറാന്റെ വാദമാണ് ശരി. ഇത് ഇറാന്റെ വെറും അവകാശവാദമല്ല, സാക്ഷാൽ അമേരിക്ക തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. US രഹസ്യാന്വേഷക ഡയറക്ടർ തുൾസി ഗബാർഡ് US പാർലമെന്റിന് കൊടുത്ത റിപ്പോർട്ടാണ്. 2 മാസം മുൻപ് സമർപ്പിച്ചത്. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന്. ഇത് ആധികാരിക US റിപ്പോർട്ട്. പക്ഷേ ഇസ്രായേലി നേതാക്കളും പാശ്ചാത്യ മാധ്യമങ്ങളും നിരന്തരം പറയുന്നു, ഇതാ ഇറാൻ ആണവായുധ ശേഷിക്കടുത്തെത്തി എന്ന്. 100 കണക്കിന് ആണവായുധങ്ങൾ കയ്യിലുള്ള നെതന്യാഹു പറയുന്നു, ആണവ ഭീഷണി ഇല്ലാതാക്കാനാണ് ഇറാനെ ആക്രമിക്കുന്നതെന്ന്. ഇല്ലാത്ത ആയുധം ഉണ്ട് എന്ന നുണപ്രചാരണം പുതിയതല്ല. അതിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. 1984 ഇസ്രായേലിലെ ഹീബ്രു പത്രമായ മാരിവിൻ്റെ ലീഡ് വാർത്ത ഇതായിരുന്നു: ഇറാൻ ആണവ ബോംബ് നിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടത്തിൽ എന്ന്. അത് കള്ളമായിരുന്നു. പിന്നെയും ഇറങ്ങി കള്ളങ്ങളുടെ പരമ്പരകൾ. ന്യൂയോർക്ക് ടൈംസ് 1995 5 വർഷം കൊണ്ട് ഇറാൻ അണുബോംബുണ്ടാക്കും. ലോസ് ആഞ്ചലസ് ടൈംസ് 2003 ഇറാൻ അണുബോംബുണ്ടാക്കുന്നതിൻ്റെ തൊട്ടടുത്ത്. റോയിറ്റേഴ്സ് 2012 6-7 മാസം കൊണ്ട് ഇറാൻ അണുബോംബുണ്ടാക്കും. ജെറൂസലം പോസ്റ്റ് 2021 2 മാസം കൊണ്ട് ഇറാൻ ബോംബുണ്ടാക്കും. ദ ടെലിഗ്രാഫ് 2025 ജനുവരി ഇറാൻ യൂറോപ്പിലേക്ക് എത്തുന്ന ആണവ മിസൈൽ നിർമ്മിക്കുന്നു. ഇസ്രായേലി നേതാക്കളെയും പേര് പറയാത്ത നിരീക്ഷകരെയും ഉദ്ധരിച്ചാണ് ഇത്തരം വാർത്തകൾ ഇറങ്ങുന്നത്. അതേസമയം ഇറാൻ ആണവായുധ പദ്ധതിയേ ഇല്ല എന്ന US ഇന്റലിജൻസിന്റെ ആധികാരിക റിപ്പോർട്ടും IAEA റിപ്പോർട്ടും അവഗണിക്കുകയും ചെയ്യുന്നു. ഗുരുതരവും അതിഭീഷണവും അല്ലെങ്കിൽ നമുക്ക് ഈ നുണക്കഥകളെ തമാശയായി കണക്കാക്കാമായിരുന്നു. By next spring, at most, by next summer, at current enrichment rates,
They will have finished the medium enrichment and move on to the final stage. Iran is months away from having a nuclear bomb, says Netanyahu, in 2012. ഇറാൻ ഇതാ ബോംബുണ്ടാക്കുന്നു എന്ന് നെതന്യാഹു പറഞ്ഞത് ഇന്നും ഇന്നലെയുമല്ല, 2012 പക്ഷേ US ഇൻ്റലിജൻസ് പറയുന്നു ഇപ്പോഴും അണുബോംബ് നിർമ്മാണം ഇറാൻ തുടങ്ങിയിട്ട് പോലുമില്ല എന്ന്. നെതന്യാഹു നിർത്തിയില്ല, 2015 പറഞ്ഞു ഇതാ ആഴ്ചകൾ കൊണ്ട് ഇറാൻ ബോംബുണ്ടാക്കും എന്ന്. Iran is so dangerous, weeks away from having the fissile material for an entire arsenal of nuclear bombs. Holy shit, that's why. Iran's only weeks away from having an entire arsenal of nuclear bombs, says Netanyahu. In 2015. നുണകളുടെ നാൾ വഴി രസകരമാണ്. ലോകത്തെ പറ്റിക്കാൻ ഇത്ര എളുപ്പമോ എന്ന് ചിന്തിക്കുമ്പോൾ ഞെട്ടിക്കുന്നതും. ഇതാ ജൂൺ 12 നെതന്യാഹു ഒരു വർഷം അല്ലെങ്കിൽ വെറും മാസങ്ങൾ കൊണ്ട് ഇറാൻ അണുബോംബുണ്ടാക്കും. Iran could produce a nuclear weapon in a very short time. It could be a year, it could be within a few months. 2018 പറഞ്ഞിരുന്നു ഇത്. They have the wherewithal, the stored up, preserved knowledge to make a bomb very quickly if they wanted to do it. 2015 ഇറാൻ ഇനി ആഴ്ചകൾ കൊണ്ട് ആണവായുധ കൂട്ടമുണ്ടാക്കും. Iran is so dangerous, weeks away from having the fissile material for an entire arsenal of nuclear bombs. 2012 6 മാസം കൊണ്ട്. They're very close. They're 6 months away from being about 90% of having the enriched uranium for an atom bomb. 2006 ഇറാൻ വർഷം തോറും 25 വീതം ബോംബ് ഉണ്ടാക്കും. Iran is gearing up to produce 25 bombs, atomic bombs a year, 250 bombs in a decade. 1996 1995 Ladies and gentlemen, time is running out. Iran will be capable of producing alone, without importing anything, nuclear bombs within 3 to 5 years. ഇസ്രായേലാണ് അക്രമിയെന്ന് വ്യക്തമായിട്ടും പ്രചാരണത്തിനപ്പുറം നേർവാർത്ത ശ്രദ്ധിക്കുന്നവർക്ക് അത് ബോധ്യമായിട്ടും വാർത്തകളെ നിർവീര്യമാക്കുന്ന ആഖ്യാനങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പടർത്തുന്നു. ഇതിന് ഫലമുണ്ടാകുന്നുണ്ട്. ഇസ്രായേൽ ഇരയാണെന്നും ഇറാൻ ആണവായുധ ശേഷിയുള്ള അക്രമി രാജ്യമാണെന്നും ധാരണ പരത്തുന്നതിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇറാന് ആണവായുധമേയില്ല, ഇസ്രായേലിന് ഉണ്ട്. ഇറാൻ ആണവ നിർവ്യാപന കരാർ ഒപ്പുവെച്ചു, ഇസ്രായേൽ ഒപ്പുവെച്ചില്ല. അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരെ ഇറാൻ പരിശോധനയ്ക്ക് അനുവദിക്കുന്നു, ഇസ്രായേൽ അനുവദിക്കുന്നില്ല. സെറ്റയോയിൽ മെഹദി ഹസൻ പറയുന്നു, Iran doesn't have nuclear weapons. Israel does. Iran is a signatory to the Nuclear Non-Proliferation Treaty, the NPT. Israel isn't. Iran has allowed IAEA inspectors into its country. Israel doesn't. ഇതൊന്നും പുതിയതല്ല താനും. ഇറാഖിനെ കടന്നാക്രമിച്ച് നശിപ്പിച്ചത് ഇങ്ങനെയൊക്കെയായിരുന്നു. ഇറാഖിൻ്റെ കൈവശം കൂട്ടനശീകരണായുധം, ജൈവായുധവും രാസായുധവും ഉണ്ട് എന്ന് നുണ പറഞ്ഞാണ് അന്ന് യുദ്ധത്തിന് സമ്മതി നിർമ്മിച്ചെടുത്തത്. അന്നത്തെ US വിദേശകാര്യ സെക്രട്ടറി UN പൊതുസഭയിൽ വരെ നുണ പറഞ്ഞു, നെതന്യാഹു ഇറാനെ പറ്റി പറഞ്ഞ പോലെ. This is US Secretary of State Colin Powell at the United Nations promoting the invasion of Iraq with an extraordinary theatre of the absurd. അന്തരിച്ച യുദ്ധകാര്യ ലേഖകൻ ജോൺ പിൽജർ നടത്തിയ വിശദ പഠനമുണ്ട്. ജൈവായുധം, രാസായുധം, ആണവായുധം എന്നിവയ്ക്ക് തെളിവ് എന്ന് പറഞ്ഞ് കോളിൻ പവൽ കാണിച്ചതെല്ലാം വ്യാജമായിരുന്നു. മൂന്നാം കിട തട്ടിപ്പുകാരൻ്റെ കബളിപ്പിക്കലായിരുന്നിട്ടും മാധ്യമങ്ങൾ ചോദ്യമൊന്നും ഉന്നയിച്ചില്ല. Iraq declared 8,500 liters of anthrax, but UNSCOM estimates that Saddam Hussein could have produced 25,000 liters. Nothing of what he claimed was true. All these pictures were meaningless. Saddam Hussein's intentions have never changed. He is not developing the missiles for self-defense. These are missiles that Iraq wants in order to project power, to threaten, and to deliver chemical, biological, and, if we let him, nuclear warheads. Colin Powell's incredible performance was never seriously challenged in the American broadcast media. ആണവായുധ നിർമ്മാണം പറഞ്ഞ് സദ്ദാമിനെതിരെ വ്യാജം പരത്തിയ ന്യൂയോർക്ക് ടൈംസ് എല്ലാം കഴിഞ്ഞ് ക്ഷമാപണം നടത്തി. ബ്രിട്ടനിലെ ഒബ്സർവറും നുണപ്രചാരണത്തിൽ പങ്കുചേർന്നു, മറ്റു പലരും. Like Fox, the celebrated New York Times
published the false claims that Saddam had weapons of mass destruction. The paper apologised to its readers 1 year later. In Britain, The Observer, another respected liberal newspaper, published the same false claims. യുദ്ധം ലോകത്തിന് വേണ്ടിയെന്ന കള്ളം പരത്തിയാണ് മാധ്യമങ്ങൾ വർഷങ്ങളുടെ ഇറാഖ് അധിനിവേശത്തിന് മണ്ണൊരുക്കി കൊടുത്തത്. അതിനെപ്പറ്റി റിച്ചർഡ് ഗിസ്ബർട്ട് അൽ ജസീറയിൽ. American and coalition forces are in the early stages of military operations to disarm Iraq, to free its people, and to defend the world from grave danger. Our special coverage of the execution of Saddam Hussein. ഒരു ഇറാഖി വിമതൻ കെട്ടിച്ചമച്ച കെട്ടുകഥകളാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത്. അന്നും അമേരിക്ക പറഞ്ഞു സദ്ദാമിന് യുറേനിയം കിട്ടുന്നതോടെ ഒരു കൊല്ലത്തിനകം ആണവായുധം ഉണ്ടാക്കുമെന്ന്. If the Iraqi regime is able to produce, buy, or steal an amount of highly enriched uranium a little larger than a single softball, it could have a nuclear weapon in less than a year. ഇന്നും അതേ കെട്ടുകഥ ഇറാനെതിരെ 15 വർഷം കൊണ്ട്, 7 വർഷം കൊണ്ട്, 1 വർഷം കൊണ്ട്, മാസങ്ങൾക്കകം, ആഴ്ചക്കുള്ളിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കും എന്ന്. അതേ താളം, അതേ പല്ലവി, അതേ ആസ്ഥാന ഗായകർ. The deadline for attaining this goal is getting extremely close. And Iran, by the way, is also outpacing Iraq in the development of ballistic missile systems that they hope will reach the eastern seaboard of the United States within 15 years. By next spring, at most, by next summer, at current enrichment rates, they will have finished the medium enrichment and move on to the final stage. From there, it's only a few months, possibly a few weeks, before they get enough enriched uranium for the first bomb. The foremost sponsor of global terrorism could be weeks away from having enough enriched uranium for an entire arsenal of nuclear weapons. That would place a militant Islamic terror regime weeks away from having the fissile material for an entire arsenal of nuclear bombs. If not stopped, Iran could produce a nuclear weapon in a very short time. It could be a year, it could be within a few months, less than a year. സദ്ദാം ഹുസൈനെയും ഇറാഖികളെയും അപരിഷ്കൃതരും അധമരുമായി അന്ന് മാധ്യമങ്ങൾ ചിത്രീകരിച്ചു. അതേ നയമാണ് ഇറാനോട് ഇന്ന്. പത്രഭാഷയിൽ പോലും ഈ വിവേചനം കാണാം. കൂട്ടത്തിൽ ഭേദമെന്ന് പറയാറുള്ള ഗാർഡിയൻ പത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണം. തെഹ്റാൻ കത്തുമെന്ന് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ്. പാശ്ചാത്യ സൈനിക താവളങ്ങൾക്കെതിരെ ഇറാന്റെ ഭീഷണി. ശ്രദ്ധിക്കുക, ഇസ്രായേലിൻ്റേത് മുന്നറിയിപ്പ്, ഇറാൻ്റേത് ഭീഷണി. ഫലസ്തീനിൽ വംശഹത്യയ്ക്ക് ന്യായം ചമയ്ക്കാൻ ഇറക്കിയ അനേകം കള്ളങ്ങളെപ്പറ്റി നമ്മൾ മുൻപ് പറഞ്ഞതാണ്. അതേസമയം ചില സത്യങ്ങൾ മറച്ചു പിടിക്കുന്നുമുണ്ട്. മേഖലയിലെ ഏക ആണവശക്തി ഇറാനല്ല, ഇസ്രായേലാണ്. ഈ സത്യം മാധ്യമങ്ങൾ പറയാറില്ല. കഴിഞ്ഞ 8 പതിറ്റാണ്ടിൽ അമേരിക്ക 60ഓളം രാജ്യങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ ഒന്നിനെതിരെയും യുദ്ധം ചെയ്തില്ല. ലോകമെങ്ങും സൈനിക താവളങ്ങളുള്ള ഏക രാജ്യം അമേരിക്കയാണ്. അതിൽ കുറെ ഗൾഫ് മേഖലയിലാണ്, പ്രത്യേകിച്ച് ഇറാന് ചുറ്റും. അപ്പോൾ ആർക്കാണ് ഭീഷണി? അക്രമിയെ ഇരയായി ചിത്രീകരിക്കുന്നു മാധ്യമങ്ങൾ, ഇരയെ അക്രമിയായും. ഏറ്റവും കൂടുതൽ ചോരപ്പുഴ ഒഴുക്കാൻ ശേഷിയുള്ള മാരകായുധമായിരിക്കുന്നു വ്യാജവാർത്തകൾ.